ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ 2 പേരെ ഉൾപ്പെടുത്താൻ കോടതി അനുമതി കൊടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ സംശയ നിഴലിൽ നിർത്തുന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. തൊണ്ടിമുതൽ തിരിമറി കേസിൽ 3 വർഷം തടവ് ശിക്ഷ ലഭിച്ച മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് MLA പദവി നഷ്ടമായി. ആന്റണി രാജുവിനെ MLA സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. തന്നെ ശാസ്തമംഗലം വാർഡിൽ മത്സരിപ്പിച്ചത് മേയറാക്കാം എന്ന ഉറപ്പിൽ ആയിരുന്നുവെന്ന് VV രാജേഷിനെ മേയറാക്കിയതിന് പിന്നിൽ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണെന്നും മുൻ DGP R ശ്രീലേഖ. മത്സരിക്കാൻ താൻ വിസമ്മതിച്ചിരുന്നു. താനായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നായിരുന്നു നേതാക്കളുടെ ഉറപ്പെന്നും ശ്രീലേഖ പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമായതോടെ ശ്രീലേഖ നിലപാട് മാറ്റി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഷെഡിലുണ്ടായ തീപിടുത്തം വൈദ്യുതി ലൈനിൽ നിന്നാണെന്ന വാദം തള്ളി റെയിൽവേ. പാർക്കിംഗ് കേന്ദ്രത്തിലെ ഒരു വാഹനത്തിൽ നിന്നാണ് തീ ഉണ്ടായതെന്നും ഇത് പടർന്നു എന്നുമാണ് വിശദീകരണം. ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണത്തിനെതിരെ തൃശൂർ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയെന്ന വാദവും റെയിൽവേ തള്ളി. നടൻ പുന്നപ്ര അപ്പച്ചൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. അടുത്തിടെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. LIC ചീഫ് ഏജന്റ് ആയിരുന്നു. ഇതിനിടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. 1965-ൽ ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച് സത്യൻ നായകനായ ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് കടന്നു വന്നത്. മന്നത്ത് പത്മനാഭന്റെ സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ആരോപണം തള്ളി NSS ജനറൽ സെക്രട്ടറി G സുധാകരൻ നായർ. ആനന്ദബോസ് പറയുന്നത് പോലെ ഒരു സംഭവം നടന്നിട്ടില്ല. ആനന്ദബോസ് ഇവിടെ വന്നിട്ട് കയറാൻ കഴിയാതെ ഒരിക്കലും പോയിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും മനസ്സിൽ വച്ചാണോ പറയുന്നത് എന്ന് സംശയമുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഷാർജിൽ ഇമാമിന് ജാമ്യമില്ല. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ഡൽഹി കോടതി പറഞ്ഞു. ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത്. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് കടുത്ത മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിനെ ധിക്കരിക്കുന്നത് തുടർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക നടപടിയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിനു ശേഷമാണ് ട്രംപിന്റെ പുതിയ ഭീഷണി. മകരവിളക്കിന് പമ്പയിലേക്ക് സർവീസ് നടത്താൻ 900 ബസ്സുകൾ റെഡിയാണെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകൾ നൽകുമെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ശബരിമലയിൽ KSRTCയുടെ സേവനങ്ങളിൽ അയ്യപ്പ ഭക്തർ സംതൃപ്തരാണ്. ഇത്തവണത്തേത് പരാതികൾ കുറഞ്ഞ സീസണായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത് 2 പേർ മരിച്ച സംഭവത്തിൽ സൂപ്രണ്ടിനെതിരെ കേസെടുത്ത് പോലീസ്. ഓട്ടോറിക്ഷ ഡ്രൈവറായ കായംകുളം പുതുക്കാട് വടക്കത്തിൽ മജീദ്, പച്ചക്കറി വ്യാപാരിയായ വെട്ടുവേനി ചാക്കനാട് രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.